കായംകുളം സ്വദേശിനി സബീനയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായ ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായി CPI കായംകുളം ടൗൺ വടക്ക് കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് CA അരുൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ഓണംപള്ളിയിൽ സുധീറിന്റെ ഭാര്യ സബീനയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഷമീർ കുന്നമംഗലം എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ മുൻകൈയെടുത്ത് ചികിത്സാ സഹായ ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി CPI കായംകുളം ടൗൺ വടക്ക് കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്കായി ഏകദേശം 50 ലക്ഷം രൂപ ആവശ്യമായി വരുമെന്നാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്. സബീന സുധീർ എന്ന 36 വയസ്സുള്ള പെൺകുട്ടി മാരകമായ കരൾ രോഗം ബാധിച്ച് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അടിയന്തരമായി വിധേയമാകണമെന്ന സാഹചര്യത്തിൽ അതിന്റെ ചികിത്സാ സഹായ സമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തകനായ ശ്രീ ഷമീറിന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രവർത്തനം സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ സമീപകാലങ്ങളിലും കിഡ്നി സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 2 കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിന് ഞങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപ്പെടെ സഹാക്കളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുകയുണ്ടായി. പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ശ്രീമതി സബീന സുധീറിന്റെയും ചികിത്സാ സഹായത്തിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അടിയന്തരമായി ചേർന്ന് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പാർട്ടി അംഗങ്ങൾ മുൻകൈയെടുത്ത് ഈ പ്രദേശത്തെ ജനങ്ങളെ സമീപിച്ച് ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുവാനും ആ ബിരിയാണി ചലഞ്ചിൽ നിന്നും ലഭിക്കുന്ന പണം സബീന സുധീറിന്റെ ചികിത്സാ സഹായത്തിനായി നൽകുവാനും വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടൗൺ വടക്ക് കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ ബിരിയാണി ചലഞ്ച് ഇന്നിവിടെ നടക്കുന്നത്. 1200ഓളം ഓർഡറുകളാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഒട്ടേറെ ആളുകൾ വീണ്ടും ഓർഡറുകൾ നൽകുവാൻ വേണ്ടി തയ്യാറായി വന്നു. ഈ പരിമിതമായ സാഹചര്യത്തിൽ അതെല്ലാം കൂടി ഈ സമയബന്ധിതമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അത് ഞങ്ങൾക്ക് ആ ഓർഡറുകൾ പൂർണ്ണമായി വലിയ അർത്ഥത്തിൽ സ്വീകരിക്കുവാൻ കഴിയാതിരുന്നത്. തീർച്ചയായും ഒരു അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സുധീറിന് ഈ ഭാരിച്ച തുക കണ്ടെത്തുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രദേശത്തെ സുമനസ്സുകളുടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. CPI ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിന്റെ ഭാഗമായാണ് ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. ബിരിയാണി ചലഞ്ച് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് CA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ബിരിയാണി ചലഞ്ച് നടത്തി ആ ചലഞ്ചിലൂടെ കിട്ടുന്ന പൈസ ആ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പരിമിതമായ തുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഒരു നാട് ഒന്നാകെ ഒന്നിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെറിയ സഹായം കൂടി നൽകുക എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് ഇവിടെ ഈ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ ചികിത്സ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ വലിയ സാമ്പത്തികമാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അതിനൊക്കെ അപ്പുറത്ത് ഈ സമൂഹം ഒന്നാകെ ഉണർന്നു നമ്മുടെ കായംകുളം നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി ഈ കുടുംബത്തെ സഹായിക്കാൻ, ഈ കുട്ടിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും സജ്ജരാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരുപാട് സുമനസ്സുകളെല്ലാം സഹായവുമായി എത്തുന്നുണ്ട്. എന്നാൽ അതൊന്നും ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തികയില്ല എന്നുള്ളിടത്താണ് ഇത്തരത്തിലൊരു വലിയ സംരംഭത്തിലേക്ക് നമുക്ക് ഇറങ്ങണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ അർത്ഥത്തിൽ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ നാടിനോടൊപ്പം ഈ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ. ആർ ഗിരിജ, ACG, സമീർ ചിറയിൽ, വൈ സജീർ, രാകേഷ്, സിജുമോൻ, സജീവ്, ജീന ഇർഷാദ്, അബ്ദുൽ വാഹിദ്, നസീർ പറമ്പി, മിനി സലീം, നാദിർഷ ചെട്ടിയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.